ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് HSIയുടെ മോക്ക് ടെസ്റ്റ് 5 ആണ്. ഓക്കെ, നമ്മൾ ഇന്ന് പാർട്ട് എ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഏകദേശം 20ഓളം ചോദ്യങ്ങളാണ് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത്. പാർട്ട് ബി നമ്മുടെ ലിറ്റററി പാർട്ട് ഇല്ല. ഓക്കെ, നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ്? 3 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. Ajman I Mohammadi I Watan was a secret society established by Lala Lajpat Rai. ശരി ഉത്തരമാണോ? അതോ സർദാർ അജിത് സിംഗ് was the uncle of Bhagat Singh, published Bharat Mata letter, or Sardar Ajit Singh was deported to Mandela jail in Burma along with Lala Lajpat Rai. അപ്പോൾ അതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഓൺലി 2 and 3 ആണ്. ഓക്കെ, അപ്പൊ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് ഓപ്ഷൻ ബി ആണ്. അതായത് സർദാർ അജിത് സിംഗ് വാസ് ദ അങ്കിൾ ഓഫ് ഭഗത് സിംഗ് ഹു പബ്ലിഷ്ഡ് ഭാരത് മാത ലെറ്റർ ആൻഡ് സർദാർ അജിത് സിംഗ് വാസ് ഡിപ്പോർട്ടഡ് ടു മണ്ടേല ജയിൽ ഇൻ ബർമ അലോങ് വിത്ത് ലാലാ ലജ്പത് റായ്. ഓക്കെ, ഫ്രീഡം ഫൈറ്റേഴ്സ് ആണ്. ഒരാള് നമ്മുടെ സർദാർ അജിത് സിംഗ് ആരും കൂടെയാണ്, നമ്മുടെ ഭഗത് സിംഗിന്റെ അങ്കിളും കൂടെയാണ്. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് അതിലെ ബാക്കിയുള്ള പോയിന്റ്സും കൂടെ നോക്കാം. അപ്പോൾ ഇതിൽ തെറ്റായിട്ട് വന്നത് നമ്മുടെ ലാലാ ലജ്പത് റായിയുടെ ആണോ സീക്രട്ട് സൊസൈറ്റി? അജ്മാൻ ഐ മുഹമ്മദി ഐ വത്തൻ അല്ല, അത് സർദാർ അജിത് സിംഗിന്റെ തന്നെയാണ്. അദ്ദേഹം ഫൗണ്ടർ ആണ് അതിന്റെ. അതുപോലെ അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് എവിടെയായിരുന്നു? ലാഹോറിലായിരുന്നു. സർദാർ അജിത് സിംഗ് എ ജാട്ട് സിഖ് വാസ് എ ഹീറോ ഓഫ് പഗ്രി സംബൽ ജാട്ട് മൂവ്മെന്റ് ഇൻ 1970. ഓക്കെ, AD-യിലൊക്കെ എന്ത് ഫൈറ്റ് ചെയ്തതാണ്. ഒരു ജാട്ട് സിഖ് ആണ് അല്ലെ, ആ ഒരു പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. ഓക്കെ, ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗാന്ധി ഡിസ്ക്രൈബ്ഡ് ദിസ് ഓഫർ ആസ് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതെന്ത് തന്നെയാണ്? ക്രിപ്സ് മിഷൻ അല്ലെ, ക്രിപ്സ് മിഷൻ ആണ് ഗാന്ധി ഡിസ്ക്രൈബ്ഡ് ആസ് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്. ഓക്കെ, നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് ക്രിപ്സ് മിഷനുമായി ബന്ധപ്പെട്ട് നോക്കാം. ക്രിപ്സ് മിഷൻ വാസ് സെന്റ് ബൈ ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് ടു ഇന്ത്യ ഇൻ March 1942. The mission was headed by Stafford Cripps and Lord Privy Seal accompanied him. Okay, Privy Seal ഉണ്ടായിരുന്നു, സ്റ്റാഫോർഡ് ക്രിപ്സും കൂടെ 1942-ൽ ഇന്ത്യയിലേക്ക് വന്നാണ് ക്രിപ്സ് മിഷൻ. ദെൻ ബാക്കിയുള്ള ഓപ്ഷൻസുമായി ബന്ധപ്പെട്ട ഫാക്ട്സ് നമുക്കൊന്ന് പഠിക്കാം. സൈമൺ കമ്മീഷൻ വാസ് എ ഗ്രൂപ്പ് ഓഫ് 7 British MPs who came to India in 1928 to study the constitutional reforms in India. Okay, അപ്പോൾ സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത് 1928 ആണ്. ലോർഡ് വേവൽ, അതാണ് വേവൽ പ്ലാൻ എന്നറിയപ്പെടുന്നത് അല്ലെ, was announced the Viceroy of India on 15th November 1943. Proposed the Wavell plan at the Shimla Conference in 1945. Okay. അടുത്ത ലാസ്റ്റ് പോയിന്റ് ആയിരുന്നു ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷൻ വാസ് സെന്റ് ഇൻ 1946. അപ്പൊ നമുക്ക് മാച്ച് ദ ഫോളോയിങ് ആയിട്ടൊക്കെ ഈ ഡേറ്റുകളൊക്കെ ചോദിക്കാം അല്ലെ. ഇപ്പൊ 1946 സൈമൺ കമ്മീഷൻ, വേവൽ പ്ലാൻ 1943, സൈമൺ കമ്മീഷൻ 1928 ആൻഡ് തൊട്ട് മുന്നേ ഉള്ള ക്രിപ്സ് മിഷൻ 1942 അല്ലെ. അപ്പൊ ആ ഡേറ്റുകളും ആ ഈവൻസ് നമ്മൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിച്ചാൽ അല്ലെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അത് എത്രയാണെന്ന് നോക്കാം. ആൻഡ് വേവൽ പ്ലാൻ 1943, ക്യാബിനറ്റ് മിഷൻ 1946. ഓക്കെ, ക്ലിയർ. അപ്പൊ ഇത് ക്ലെമന്റ് ആറ്റ്ലിയുടെ നേതൃത്വത്തിൽ അല്ലെ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ, അദ്ദേഹമാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ അയക്കുന്നത്. ഇറ്റ് കൺസിഡർഡ് 3 members. ആരൊക്കെയാണ്? കൺസിസ്റ്റഡ് ഓഫ് 3 members: പെറ്റ്വിക് ലോറൻസ്, സ്റ്റാഫോർഡ് ക്രിപ്സ് ആൻഡ് A.V. അലക്സാണ്ടർ. ഓക്കെ, നെക്സ്റ്റ് മൂന്നാമത്തെ ചോദ്യം. ദ തേർഡ് സെഷൻ ഓഫ് INC വാസ് ഹെൽഡ് അറ്റ്. അപ്പോ ശരി ഉത്തരം മദ്രാസ് ആണ്. നമുക്ക് അപ്പൊ ഫസ്റ്റ് സെഷൻ, സെക്കൻഡ് സെഷൻ ഒക്കെ നമുക്കൊന്ന് പഠിക്കാം. അപ്പൊ ഫസ്റ്റ് സെഷൻ എവിടെയായിരുന്നു? ഹെൽഡ് അറ്റ് ബോംബെ ഇൻ 1885. ആദ്യത്തെ സെഷൻ അല്ലെ, INCയുടെ ആദ്യത്തെ സെഷൻ 1885 ബോംബെയിലാണ്. അതിന്റെ പ്രസിഡന്റ് ആരാണ്? അത് പ്രിസൈഡ് ചെയ്തതെന്നും കൂടെ ഒന്ന് പഠിക്കുക. WC ബാനർജി ആണ്. ഓക്കെ, സെക്കൻഡ് സെക്ഷൻ എവിടെയായിരുന്നു? കൽക്കട്ടയിലായിരുന്നു. വർഷം തൊട്ടടുത്ത വർഷം 1886. ആരായിരുന്നു അവിടെ? ദാദാബായ് നവറോജി. ഓർത്ത് വെക്കുക. മൂന്നാമത്തെ സെഷൻ നമ്മളിപ്പോ പഠിച്ച ചോദ്യമായിട്ട് നമ്മൾ മദ്രാസ് എന്ന് പഠിച്ചു. അത് ഏത് വർഷം? തൊട്ടടുത്ത വർഷം, അതായത് 87-ലാണ്. സിയാദ് ബദറുദ്ദീൻ തിയാബ്ജി, ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് ആണ് അദ്ദേഹം അല്ലെ. നാലാമത്തെ സെഷനും കൂടെ നമുക്കൊന്ന് ഈ പോയിന്റിൽ പഠിക്കാം. 1888 ആരായിരുന്നു? നമ്മുടെ യെസ്, അലഹബാദിൽ വെച്ചാണ് നടന്നത്. ജോർജ് യൂൾ ആണ്. ഓക്കെ, ജോർജ് യൂൾ ഓർത്ത് വെക്കുക. ഫസ്റ്റ് ബ്രിട്ടീഷ് യെസ് പ്രസിഡന്റ് ആണ്. INCയുടെ ആദ്യത്തെ ബ്രിട്ടീഷുകാരനായ വ്യക്തി ജോർജ് യൂൾ ആണ്. അദ്ദേഹം എവിടെ വെച്ചാണ്? അലഹബാദിലാണ്. വർഷം ഓർത്ത് വെക്കുക 1888.
അപ്പോൾ 1887 തേർഡ് സെഷൻ മെഡ്രാസിൽ വെച്ച് ആരായിരുന്നു ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് ആയിട്ടുള്ള INC-യുടെ വ്യക്തി ആരാണ്? സർ ബദറുദ്ദീൻ തിയാബ്ജി. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് എന്താണ്? തിയാബ്ജി. അതുപോലെ ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ നമ്മുടെ ജോർജ് യൂൾ. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെച്ച് പഠിക്കാം നമുക്ക്. ഓക്കെ, അടുത്ത 4ാമത്തെ ക്വസ്റ്റിലേക്ക് പോയാലോ. ഹൗ മെനി ടൈപ്സ് ഓഫ് പ്രൊറോഗേറ്റീവ് റിറ്റ് വേർ ദെയർ ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? നമുക്കറിയാം 5 ആണ് അല്ലെ? ശരി ഉത്തരം 5 ആണെന്നുള്ളത് അറിയാം. 5 റിട്ടുകളാണ് ഉള്ളത്. ഓക്കെ, നമുക്ക് ഏതൊക്കെയാണെന്ന് ഒന്ന് പഠിക്കാം. അതുപോലെ ഈ റിട്ട് പുറപ്പെടുവിക്കുന്നത് നമ്മുടെ സുപ്രീം കോടതി, നമ്മുടെ ഹൈക്കോടതിയാണ്. അത് ഏത് ആർട്ടിക്കിൾ അനുസരിച്ചിട്ടാണ്? ആർട്ടിക്കിൾ 32 അനുസരിച്ചിട്ടാണ് സുപ്രീം കോടതി, ആൻഡ് ആർട്ടിക്കിൾ 226 അനുസരിച്ചിട്ടാണ് നമ്മളെ ഹൈക്കോർട്ട് റിട്ട് പുറപ്പെടുവിക്കുന്നത്. ആദ്യത്തത് പ്രൊഹിബിഷൻ. ഓക്കെ, അത് പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ ലിറ്ററലി മീൻസ് ടു പ്രൊഹിബിറ്റ്, തടയുക അല്ലെ? സെഷൂററി ടു ബി സർട്ടിഫൈഡ്, ടു ബി ഇൻഫോംഡ്. ഓക്കെ, കോ വാറന്റോ, വാറന്റ് പുറപ്പെടുവിക്കുക. അതോറിറ്റി ഓർ ബൈ വാട്ട് അതോറിറ്റി, എന്ത് അതോറിറ്റിയിലാണ് അല്ലെ? ഹേബിയസ് കോർപ്പസ് ടു പ്രൊഡ്യൂസ് ദ ബോഡി, ആൻഡ് മാൻഡമസ് അല്ലെ? കമാൻഡ് ഇഷ്യൂഡ് ബൈ എ കോർട്ട് ഓർ അതോറിറ്റി ഡയറക്ടിംഗ് ടു പെർഫോം എ പബ്ലിക് ഡ്യൂട്ടി. ഓക്കെ, അപ്പൊ 5 എണ്ണം പഠിച്ചു. പ്രൊഹിബിഷൻ, സെഷൂററി, കോ വാറന്റോ, ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്. ഓക്കെ, അതൊന്ന് പഠിച്ചു വെക്കുക. അപ്പൊ റിട്ട് പുറപ്പെടുവിക്കുന്നത് ഹൈക്കോർട്ട് ആണെങ്കിൽ 226 ആൻഡ് സുപ്രീം കോടതി ആണെങ്കിൽ ആർട്ടിക്കൽ 32. അതും ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഇയർ കേരള ഗവൺമെന്റ് സ്റ്റാർട്ടഡ് അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം? ഓക്കെ, വർഷം 2010 ഓക്കെ, 12, 15 അങ്ങനെ പോകുന്നു. ഓക്കെ, കറക്റ്റ് വർഷം 2010 ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോ അയ്യങ്കാളിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊന്ന് പഠിക്കാം. 1911 അയ്യങ്കാളി became the first ഹരിജൻ മെമ്പർ ഓഫ് ശ്രീമൂലം പ്രചാരസഭ. ഓക്കെ, ഏകദേശം 25 വർഷം അദ്ദേഹം എന്ത് ചെയ്തു? ശ്രീമൂലം പ്രചാരസഭയുടെ അംഗമായിരുന്നു. 1911 അതിന്റെ മെമ്പർ ആകുന്നത്. 1912 അദ്ദേഹം നാരായണ ഗുരുവിനെ ബാലരാമപുരത്ത് വെച്ചാണ് അദ്ദേഹം കണ്ടത്. 1915 രണ്ട് സമരങ്ങൾക്ക് നേതൃത്വം നൽകി. ഒന്ന് 90-ാം ആണ്ട് ലഹള. ഓക്കെ, ആൻഡ് ഒന്ന് കല്ലുമാല സമരം. അപ്പൊ കല്ലുമാല സമരം ഉണ്ട്, ഒന്ന് 90-ാം ആണ്ട് ലഹളയുണ്ട്. ഓക്കെ, 1915 ഡേറ്റുകൾ ഓർത്തു വെക്കുക. 2002 അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ഒരു പോസ്റ്റ് സ്റ്റാമ്പ് അദ്ദേഹത്തിന്റെ പിക്ചർ വെച്ചിട്ട് പുറത്തിറക്കിയത് ഇൻ ദ മെമ്മറി ഓഫ് അയ്യങ്കാളി അല്ലെ? ദ പോസ്റ്റേജ് സ്റ്റാമ്പ് ഇൻ ദ മെമ്മറി ഓഫ് അയ്യങ്കാളി. 2002 ഓർത്തു വെക്കാം. അപ്പൊ വർഷങ്ങൾ 1911 ശ്രീമൂലം പ്രചാരസഭയുടെ അംഗമായി, 12 നാരായണ ഗുരുവിനെ ബാലരാമപുരത്ത് വെച്ച് കണ്ടു, 15 2 സമരങ്ങൾ, കല്ലുമാല സമരം, 90-ാം ആണ്ട് സമരം, ആൻഡ് 2002 അദ്ദേഹത്തിന്റെ അല്ലെ സ്മരണാർത്ഥം നമ്മൾ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റൽ സ്റ്റാമ്പ് ഇറക്കുകയാണ് ചെയ്തത്, ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 6. മാച്ച് ദ ഫോളോയിങ് ആണ്. ഓക്കെ, കുറച്ച് അപരനാമങ്ങളാണ് അല്ലെ? ചില സിറ്റീസ് അറിയപ്പെടുന്ന, ഇപ്പൊ ഡെട്രോയിറ്റ് ഓഫ് ഏഷ്യ, അത് മാച്ച് ചെയ്തിട്ട് തന്നെയാണ് തന്നിരിക്കുന്നത്. ഓൾ ആർ കറക്റ്റ്ലി മാച്ച്ഡ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ശരി ഉത്തരം. അപ്പൊ നമുക്ക് അതൊന്ന് പഠിക്കാം. ഡെട്രോയിറ്റ് ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്നത് ചെന്നൈ ആണ്. എങ്കിൽ ഡയമണ്ട് സിറ്റി ഓഫ് ഇന്ത്യ സൂരത്ത്, എവർഗ്രീൻ സിറ്റി ട്രിവാൻഡ്രം, ഐസ് ക്രീം ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ അത് മാംഗ്ലൂരു ആണ്. ഓക്കെ, അപ്പോ കുറച്ച് ഫാക്ട്സും കൂടെ ഒന്ന് പഠിച്ചാലോ. അപ്പോ ഐസ്ക്രീം സിറ്റി മാംഗ്ലൂർ ആണെന്ന് പഠിച്ചു, എവർഗ്രീൻ ട്രിവാൻഡ്രം ആണ്, പിന്നെ ഡയമണ്ട് സിറ്റി സൂരത്ത് ആണ്, ഡെട്രോയിറ്റ് ഓഫ് ഏഷ്യ നമ്മുടെ ചെന്നൈ ആണ്. എങ്കിൽ കുറച്ച് ഫാക്ട്സും കൂടെ നമുക്കൊന്ന് പഠിച്ചു നോക്കാം. കാഷ്യൂ ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് കൊല്ലം. ഓക്കെ, റോം ഓഫ് ദ ഈസ്റ്റ് മാംഗ്ലൂർ, പാരീസ് ഓഫ് ദ ഈസ്റ്റ് പോണ്ടിച്ചേരി, ദ കോട്ടൺ സിറ്റി അങ്കോള മഹാരാഷ്ട്രയിലെ അങ്കോള, ആൻഡ് സിറ്റി ഓഫ് വീവേഴ്സ് പാനിപ്പത്ത് ഹരിയാനയിലെ പാനിപ്പത്ത് ആണ് സിറ്റി ഓഫ് വീവേഴ്സ്. സിറ്റി ഓഫ് ഐസ്ക്രീം സിറ്റി മാംഗ്ലൂർ. അതേപോലെ തന്നെ ഈസ്റ്റ്, റോം ഓഫ് ഈസ്റ്റ് അതും മാംഗ്ലൂർ. ഓക്കെ, പാരീസ് ഓഫ് ഈസ്റ്റ് അത് പോണ്ടിച്ചേരി, പാരീസ് പോണ്ടിച്ചേരി ഓർത്തു വെക്കുക. ഓക്കെ, സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ അത് തൊട്ട് മുന്നേ ഉള്ള അല്ലെ കഴിഞ്ഞ HSA പരീക്ഷയ്ക്ക് ചോദിച്ചൊരു 2021 അല്ലെ 22 ആ എക്സാമിന് ചോദിച്ച അതേ പാറ്റേണിലാണ് ഈ ക്വസ്റ്റ്യൻ കൂടെ എന്ത് ചെയ്ത് തയ്യാറാക്കിയിരിക്കുന്നത്. ചില ഫാക്ട്സ് കൂടുതലായിട്ട് നമ്മൾ പഠിച്ചു പോകുന്നതേ ഉള്ളൂ. കറണ്ട് അഫയേഴ്സ് മാത്രമാണ് അപ്ഡേറ്റഡ് ആയിട്ടുള്ളത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ്? ഓക്കെ, കുറച്ച് സ്വാമി വിവേകാനന്ദൻ റെപ്രസെന്റ് ഹിന്ദു ആൻഡ് ഹിന്ദുയിസം ചിക്കാഗോയിൽ വെച്ചിട്ട് അദ്ദേഹം വേൾഡ് റിലീജിയൻ 1893 ലാണോ
ഗോ ബാക്ക് ടു വേദാസ് എന്ന് പറയുന്നത് സ്വാമി വിവേകാനന്ദനാണോ അതോ 1897 സ്വാമി വിവേകാനന്ദൻ എസ്റ്റാബ്ലിഷ്ഡ് രാമകൃഷ്ണ മിഷൻ ഇൻ ബാംഗ്ലൂരു ആണോ? നേതാജി സുഭാഷ് ചന്ദ്ര ബോസ് കോൾഡ് സ്വാമി വിവേകാനന്ദൻ ദ മേക്കർ ഓഫ് മോഡേൺ ഇന്ത്യ. അപ്പൊ അതില് തെറ്റായിട്ട് വന്നത് ഗോ ബാക്ക് ടു വേദാസ് എന്ന് പറഞ്ഞത് നമ്മുടെ ദയാനന്ദ സരസ്വതി, സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ഗോ ബാക്ക് ടു ഗീത എന്നാണ്. അപ്പൊ ബാക്കി എല്ലാ ഫാക്ട്സും കറക്റ്റ് ആയിരുന്നു. അതായത് ചിക്കാഗോ എന്തായിരുന്നു, ചിക്കാഗോയിൽ വെച്ചിട്ട് അദ്ദേഹം പ്രസംഗിക്കുകയുണ്ടായത് അല്ലേ, എന്റെ സഹോദരി സഹോദരന്മാരെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വേൾഡ് റിലീജിയൻ എന്താണ് പാർലമെന്റ് നടന്നപ്പോൾ സ്വാമി വിവേകാനന്ദൻ പങ്കെടുത്തു. വർഷം ഓർത്ത് വെക്കുക, ചിക്കാഗോയിൽ വെച്ചിട്ട് അത് വർഷം അദ്ദേഹം പങ്കെടുത്തത് 1893 ആണ്, ഓർത്ത് വെക്കുക. അത് ശരിയായിരുന്നു. രണ്ടാമത്തെ ഓപ്ഷനാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. ഇവിടെ ഇൻകറക്റ്റ് കണ്ടുപിടിക്കായിരുന്നു അല്ലെ, അത് ബി ആയിരുന്നു. ഗോ ബാക്ക് ടു വേദ എന്ന് പറഞ്ഞത് ദയാനന്ദ സരസ്വതി. അപ്പൊ ഇദ്ദേഹം പറഞ്ഞത് എന്തായിരുന്നു, ഗോ ബാക്ക് ടു ഗീത ആയിരുന്നു. ഓക്കെ. ആൻഡ് പിന്നെ ഒരു വർഷം 1897 സ്വാമി വിവേകാനന്ദൻ രാമകൃഷ്ണ മിഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു അല്ലെ, അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ സ്മരണാർത്ഥം. ആൻഡ് നേതാജി സുഭാഷ് ചന്ദ്ര ബോസ് കോൾഡ്, അദ്ദേഹത്തെ നേതാജിയാണ്, ചിലപ്പോൾ അത് പരീക്ഷയ്ക്ക് ചോദിക്കുക ആരാണ് അദ്ദേഹത്തെ പിന്നെ മോഡേൺ മേക്കർ ഓഫ് മോഡേൺ ഇന്ത്യ എന്ന് പറഞ്ഞത്, സുഭാഷ് ചന്ദ്ര ബോസ് ആണ്. ഓക്കെ, ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സെന്റൻസീസ് ആർ കറക്റ്റ് ആയിട്ടുള്ളത്, മറ്റേ ഇൻകറക്റ്റ് ആയിരുന്നു, ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? ജാലിയൻ വാല ബാഗ് മസാക്കർ ടുക്ക് പ്ലേസ്. ജാലിയൻ വാല ബാഗ് മസാക്കർ അതെ ഇതേ വർഷം തന്നെയാണ് അല്ലെ, 13 April 1919 ഇൻ അമൃത്സർ. ദിസ് ഗാദറിംഗ് വാസ് ഓർഗനൈസ്ഡ് ടു ഒപ്പോസ്, അതെ ഒപ്പോസ് ചെയ്യാനായിട്ടാണ്, റൗലറ്റ് ആക്ടിനെ എതിർക്കാനായിട്ടായിരുന്നു. ജാലിയൻ വാല ബാഗ് മസാക്കർ ഹാപ്പൻഡ് ഡ്യൂറിംഗ് ദ ടെനർ ഓഫ് ദി ഗവർണർ ജനറൽ ലോർഡ് ചെംസ്ഫോർഡ്, അതെ അദ്ദേഹത്തിന്റെ കാലത്തായിരുന്നു. ആൻഡ് ബ്രിട്ടീഷ് ഗവൺമെന്റ് അപ്പോയിന്റഡ് കമ്മിറ്റി ടു ഇൻവെസ്റ്റിഗേറ്റ് അബൌട്ട് ദ ജാലിയൻവാല ബാഗ് മസാക്കർ, ഹണ്ടർ കമ്മീഷൻ. ശരി ഉത്തരമാണ്. അപ്പോൾ 4 എന്തായിരുന്നു, കറക്റ്റ് ആയിരുന്നു. അപ്പൊ ജാലിയൻവാല ബാഗ് നമുക്ക് ഓർത്തു വെക്കുക 1919 April 13. പിന്നെ ഇത് ഓപ്പോസ് ചെയ്യുന്നത് റൗലറ്റ് ആക്ട്, ലോർഡ് ചെംസ്ഫോർഡ് ആയിരുന്നു ആ ഗവർണർ ആ സമയത്ത്, ഇന്ത്യൻ ഗവർണർ. ആൻഡ് ആ ടെനർ എന്ന് പറയുന്നത് നമ്മുടെ ലോർഡ് ചെംസ്ഫോർഡ്. ഇത് അന്വേഷിച്ച കമ്മീഷനും കൂടെ നമ്മളൊന്ന് ഓർത്ത് വെക്കുക, ഹണ്ടർ കമ്മീഷൻ ആണ്. ഓക്കെ, ക്ലിയർ. അടുത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഓർ ആർ ഇൻകറക്ട്ലി മാച്ച്ഡ്. അപ്പൊ ഇതിൽ ഫേമസ് പേഴ്സണാലിറ്റീസും അവരുടെ സെയിംസും ആണ്. നോക്കാം. ബാൽ ഗംഗാധർ തിലക് പറഞ്ഞതാണോ, ഇഫ് ഗോഡ് ഈസ് പുട്ട് അപ്പ് വിത്ത് അൺടച്ചബിലിറ്റി ഐ വിൽ നോട്ട് കോൾ ഹിം ഗോഡ്. തിലകൻ പറയാൻ സാധ്യതയുണ്ട്. ലാല ലജ്പത് റോയ്, ഡിഫീറ്റ് ആൻഡ് ഫെയിലിയർ ആർ സംടൈംസ് നെസസറി സ്റ്റെപ്സ് ടു വിക്ടറി. അദ്ദേഹം പറഞ്ഞതാകാനാണ് സാധ്യത. സുഭാഷ് ചന്ദ്ര ബോസ്, ഫ്രീഡം ഇസ് നോട്ട് ഗിവൺ ഇറ്റ് ഈസ് ടേക്കൺ. തീർച്ചയായിട്ടും ബോസിന്റെ സ്വഭാവം വെച്ചിട്ട് അത് ശരിയായിരിക്കാം. ആൻഡ് ലാസ്റ്റ് വൺ ഗോപാല കൃഷ്ണ ഗോഖലെ, ഫ്രീഡം ഈസ് മൈ ബർത്ത് റൈറ്റ് ഐ ഷാൽ ഹാവ് ഇറ്റ്. അത് തെറ്റാണ്, ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. ഓൺലി 4th ഈസ് ഇൻകറക്റ്റ് അല്ലെ, അത് തിലകൻ പറഞ്ഞതാണ്. ഓക്കെ, അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് ഫ്രീഡം ഈസ് മൈ ബർത്ത് റൈറ്റ് ഐ ഷാൽ ഹാവ് ഇറ്റ്. അത് കുറച്ച് നമുക്ക് എളുപ്പമായിരുന്നു അല്ലെ, ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് അറിയത്തില്ലെങ്കിൽ പോലും ഈ ഒരു എന്താണ് ഓപ്ഷൻ നമുക്ക് നന്നായിട്ട് അറിയാം, സെയിങ് നന്നായിട്ട് അറിയാം. ഫ്രീഡം എന്താണ്, സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും. അത് ബാലഗംഗാധര തിലകന്റെയാണ്. അത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ് കൊടുത്തിരുന്നത്. ബാക്കി നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള പോയിന്റ്സ് ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ലത്. തിലകൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ, നമ്മുടെ ഗോഡ് ഈസ് പുട്ട് വിത്ത് അൺടച്ചബിലിറ്റി അല്ലെ, തൊട്ടുകൂടായ്മ കൂടായ്മ അത് ദൈവത്തിനും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഒരു ഇതിനെ ദൈവം എന്ന് വിളിക്കില്ല എന്ന് പറഞ്ഞു ബാലഗംഗാധര തിലകൻ. ലാല ലജ്പത് റായ് ആണെങ്കിലോ, ഡിഫീറ്റ് ആൻഡ് ഫെയിലിയർ ആർ സം ടൈം നെസസറി സ്റ്റെപ്സ് ഓഫ് അല്ലെ, വിജയത്തിന്റെ മുന്നോടിയാണ് തോൽവി അല്ലെ, തോൽവി വിജയത്തിന്റെ മുന്നോടിയാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ ലാല ലജ്പത് റായ് ആണ് അത് ആദ്യം പറഞ്ഞത്. സുഭാഷ് ചന്ദ്ര ബോസ്, ഫ്രീഡം ഇസ് നോട്ട് ഗിവൺ ഇറ്റ് ഈസ് ടേക്കൺ. വേറെ യാതൊരു സംശയമൊന്നുമില്ല. ഓക്കെ, അടുത്തത് നമുക്ക് 10ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? ഓക്കെ, തെഹ്രി ഡാം, ഓക്കെ ജോഗ്രഫിയുമായിട്ട് ബിൽഡ് ചെയ്തതാണ്. തെഹ്രി ഡാം ഭഗീരഥി റിവറിന് കുറുകെയാണ്, അക്രോസ് ഭഗീരഥി ഇൻ ഉത്തരാഖണ്ഡ് ഈസ് ദ ഹയസ്റ്റ് ഡാം. തെഹ്രി ഡാം നമുക്കതറിയാം, ഭഗീരഥി നദിക്ക് കുറുകെ തന്നെയാണ്, ഉത്തരാഖണ്ഡിലാണ്. ഓക്കെ, നോ പ്രോബ്ലം. ഹിരാക്കുഡ് ഡാം, ഹീര മഹാനദിയുടെ കുറുകെയാണ്, അക്രോസ് മഹാനദി, ഒഡീഷയിലാണ്. ഓക്കെ, ശരിയാ. ആൻഡ് പിന്നെ എന്താണ്, യെസ്, കല്ലണി ഡാം അക്രോസ് കാവേരി. ഓക്കെ, കല്ലണി എന്ന് പറയുന്നത് കാവേരിക്ക് തമിഴ്നാട്ടില് ആണ് ഇത് സ്ഥിതി ചെയ്യുന്നത്, കാവേരി നദിക്ക് കുറുകെയാണ്. ഓൾ ആർ കറക്റ്റ്. അപ്പൊ അതിൽ ജോഗ്രഫിയുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് കുറച്ച് ഡാംസും അത് എവിടെയെല്ലാം അത് സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓർത്ത് വെക്കുക, തെഹരി ഡാം ഏത് സ്റ്റേറ്റ്, ചിലപ്പോൾ അത് മാച്ച് ദ ഫോളോയിങ് ആയിട്ടും വരാം.
അല്ലെങ്കിൽ ഏത് റിവർ, അപ്പോൾ അത് 3 പഠിക്കണം. തെഹരി ഭഗീരഥി ഉത്തരാഖണ്ഡ്, തെഹരി ഭഗീരഥി ഉത്തരാഖണ്ഡ്, ഹിരാക്കുഡ് മഹാനദി ഒഡീഷ, ആൻഡ് കല്ലന ഡാം കാവേരി, ആൻഡ് കാവേരി തമിഴ്നാടാണ്. ഓക്കെ, കാവേരി കർണാടകയിൽ കൂടെയും തമിഴ്നാട്ടിലൂടെ ഒഴുകുന്നുണ്ട്. അപ്പൊ അതൊന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കറണ്ട് അഫയേഴ്സ് ആണ്, വിത്ത് വിച്ച് കൺട്രി ഡിഡ് ഇന്ത്യ കണ്ടക്ട് ദ 5th edition ഓഫ് ബയലാറ്ററൽ ആർമി എക്സസൈസ് വിംബാക്സ്? ഉറപ്പാണ്, നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഈ ഒരു ഇവിടെ എന്താണ് അതിന് പറയുന്നത്, ഈ ആർമി എക്സസൈസുകൾ ഉണ്ടല്ലോ, നമ്മുടെ ആർമി ആകാം, എയർഫോഴ്സ് ആകാം, നേവി ആകാം. അപ്പോൾ സംയുക്ത എന്താണ് എക്സസൈസുകൾ ചോദിക്കാം. അപ്പൊ വിൻബാക്സ് ആണ്. ഏത് രാജ്യവുമായിട്ടായിരുന്നു ഇന്ത്യ? നമുക്ക് വിൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വിയറ്റ്നാം ആയിരിക്കുമോ നോക്കാം. ശരി ഉത്തരം വിയറ്റ്നാം തന്നെയാണ് കേട്ടോ. വിൻബാക്സ് വിയറ്റ്നാം 2024 അത് ആർമി എക്സസൈസ് ആണ്, ഓർത്ത് വെക്കുക. നെക്സ്റ്റ് നമുക്ക് കുറച്ച് എക്സസൈസുകൾ നമുക്ക് നോക്കാം. എക്സസൈസ് നെയിംസ് ആൻഡ് പാർട്ടിസിപ്പന്റ് നേഷൻ, നമുക്ക് അത് ഒരു മാർക്കിനെ പഠിക്കാൻ നമുക്കൊന്ന് പഠിച്ചു വയ്ക്കാം. സംപ്രീതി, അപ്പൊ എന്തായാലും ഇന്ത്യ ഉണ്ട്, ബംഗ്ലാദേശ്, അപ്പൊ അയൽവാസിയായിട്ടുള്ള ബംഗ്ലാദേശുമായിട്ട് നമ്മൾ കൈകോർത്ത ഒരു എക്സസൈസ് ആയിരുന്നു സംപ്രീതി. മിത്രശക്തി അത് തൊട്ട് താഴെയുള്ള ശ്രീലങ്ക അല്ലെ കൊച്ചു ദ്വീപുമായിട്ടുള്ള മിത്രമാണല്ലോ, നമ്മൾ അവരുമായിട്ട് വേറെ പ്രശ്നമൊന്നുമില്ല. മിത്രശക്തി, അപ്പൊ മിത്രങ്ങൾ തമ്മിലുള്ള ശക്തി അപ്പൊ നോക്കുക, ഇന്ത്യ ശ്രീലങ്ക, മിത്രം ശക്തി കാണിച്ചത് ശ്രീലങ്കയാണ്, മിത്രശക്തി. അടുത്തത് മൈത്രി എക്സസൈസ്, അത് ഇന്ത്യയും തായ്ലാന്റും ആണ്. ഓക്കെ, മൈത്രി തായ്ലാന്റ് ഓർമ്മിച്ച് വെച്ചാൽ മതി. അടുത്തത് വജ്രപ്രഹാർ, അതുപോലെ യുദ്ധ അഭ്യാസ്, അത് USA കാരന്മാരാണ്. അപ്പൊ വജ്രമൊക്കെ കാണിക്കുന്നതും യുദ്ധ അഭ്യാസമൊക്കെ ഉള്ളവർ എപ്പോഴും യുദ്ധത്തിന് വേണ്ടി റെഡി ആയിരിക്കുന്ന അമേരിക്കയാണല്ലോ, അപ്പൊ ഇന്ത്യയും US. നെക്സ്റ്റ് നൊമാഡിക് എലിഫന്റ്, മംഗോളിയ, ഇന്ത്യയും മംഗോളിയാണ് നൊമാഡിക് എലിഫന്റ് അല്ലെ. അടുത്ത ഗരുഡ എയർലൈൻസ് നമുക്കറിയാം, ഇന്തോനേഷ്യയുടെ ആണ്. അപ്പൊ ഗരുഡ നമ്മൾ ഇന്ത്യ ആൻഡ് ഇന്തോനേഷ്യ. ഓക്കെ, അടുത്തത് ശക്തി എക്സസൈസ്, ഇന്ത്യ ആൻഡ് ഫ്രാൻസ്. ധർമ്മ ഗാർഡിയൻ, ഇന്ത്യ ആൻഡ് ജപ്പാൻ. ഓക്കെ, സൂര്യകിരൺ, ഇന്ത്യ ആൻഡ് നേപ്പാൾ. ഹാൻഡ് ഇൻ ഹാൻഡ്, ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു രാജ്യമായിട്ടാണ് ഹാൻഡ് ഇൻ ഹാൻഡ് ചൈന. സിംബാക്സ്, ഇന്ത്യ ആൻഡ് സിംഗപ്പൂർ. നമ്മൾ വിൻബാക്സ് ആയിരുന്നു 2024 ഇന്ത്യ ആൻഡ് വിയറ്റ്നാം. ഇത് സിംഗപ്പൂർ അല്ലെ, ഇന്ത്യ ആൻഡ് സിംഗപ്പൂർ. ഹാൻഡ് ഇൻ ഹാൻഡ് കൊടുക്കാനേ പാടില്ല, ചൈന. സൂര്യ, അപ്പോൾ നേപ്പാൾ ഓർമ്മിച്ചാൽ മതി, സൂര്യകിരൺ നേപ്പാൾ. ധർമ്മ ജപ്പാനാണ്, ശക്തി ഫ്രാൻസ് ആണ്, ഗരുഡ ഇന്തോനേഷ്യ ആണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, ഓർക്കുക. നെക്സ്റ്റ് നൊമാഡിക് എലിഫന്റ് മംഗോളിയ, വജ്രം യുദ്ധ അഭ്യാസ് US അല്ലെ, മൈത്രി തായ്ലാന്റ്, ആൻഡ് മിത്രശക്തി ഇന്ത്യ ശ്രീലങ്ക, സംപ്രീതി ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ്. ഒരു 2 പ്രാവശ്യം കൂടെ നമ്മളൊന്ന് വായിച്ചു കഴിഞ്ഞാൽ സംഗതി സെറ്റാണ്. ഓക്കെ, അടുത്ത 12ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. കൗശൽ ഭവൻ which was seen in the news is associated. അപ്പൊ ഈ ഇടയ്ക്കായിട്ട് ഒരു കൗശൽ ഭവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി എന്തുമായിട്ട് ആണ്, ഏത് മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്? മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസ് ആണോ? അല്ല, ഇത് കൗശൽ എന്നൊക്കെ പറയുമ്പോൾ തന്നെ അറിയാലോ, അത് മിനിസ്ട്രി ഓഫ് സിൽക്ക് ഡെവലപ്മെന്റ് ആൻഡ് എന്റർപ്രണർഷിപ്പ് ആണ്, ഓർത്തു വെക്കുക. ഓക്കെ, അപ്പോ കൗശൽ ഭവൻ. ഓക്കെ, ഹൽവ സെർമണി അല്ലെ, ഇടയ്ക്ക് ഹൽവയൊക്കെ കൊടുത്തു, നമ്മുടെ ബഡ്ജറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ടായിരുന്നു. നമുക്ക് നോക്കാം. റീസെന്റ് സീൻ ഇൻ ദ ന്യൂസ് ഈസ് റിലേറ്റഡ് വിത്ത് വിച്ച് ഓഫ് ദി ഫോളോയിങ്. തീർച്ചയായിട്ടും ബഡ്ജറ്റ് അല്ലെ, നമുക്ക് അവിടെ നോർത്ത് ഇന്ത്യയിലൊക്കെ അങ്ങനെ ഒരു സിസ്റ്റം കൂടെ ഉണ്ട്. ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന്റെ അന്ന് ഹലുവയൊക്കെ ഉണ്ടാക്കിയിട്ട് വിതരണം ചെയ്യുന്ന, സ്വീറ്റ്സ് വിതരണം ചെയ്യുന്നു. ഓക്കെ, യെസ്. നെക്സ്റ്റ്, വേർ വാസ് ദ ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ദി സോഷ്യൽ ഓഡിറ്റ് അഡ്വൈസറി ബോഡി സാബ് ഹെൽഡ്? ആദ്യത്തെ സോഷ്യൽ ഓഡിറ്റ് മീറ്റിംഗ് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഫസ്റ്റ് മീറ്റിംഗ് ആയതുകൊണ്ട് സാബിന്റെ ഡൽഹിയിൽ വെച്ചിട്ടാണ് അത് നടന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ 15ാമത്തത് നമുക്ക് ഒന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ഈസ് DK Basu judgment recently seen in the news is related to which of the following? ഓക്കെ, അപ്പോൾ അത് ഓപ്ഷൻ എ ആണ്. പ്രൊട്ടക്ട് ദ റൈറ്റ് ആൻഡ് ഡിഗ്നിറ്റി ഓഫ് ഇൻഡിവിജ്വൽ ഇൻ പോലീസ് കസ്റ്റഡി. പോലീസ് കസ്റ്റഡിയിലുള്ള ആൾക്കാർക്ക് ഉള്ള അവരുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട അവരുടെ അവരെ അപമാനിക്കാതിരിക്കാനും അവർക്കും ഒരു സ്വാതന്ത്ര്യമുണ്ട് അല്ലെ എന്നുള്ള ഒരു കേസാണ് നമ്മുടെ DK Basu ഇപ്പൊ പുതിയതായിട്ട് പുറപ്പെടുവിച്ച ഒരു ജഡ്ജ്മെന്റ്. ബാക്കിയുള്ള ഓപ്ഷൻസ് പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ്, ചൈൽഡ് ലേബർ, സേഫ് ഗാർഡ് ഓഫ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ, അതൊന്നുമല്ല.
പ്രൊട്ടക്ട് ദ റൈറ്റ് ആൻഡ് ഡിഗ്നിറ്റി ഓഫ് ഇൻഡിവിജ്വൽ ഇൻ പോലീസ് കസ്റ്റഡി. ഓക്കെ, DK ബസു ജഡ്ജ്മെന്റ് ഓർത്ത് വെക്കുക. നെക്സ്റ്റ്, ദ റോൾ ഓഫ് ബയോളജിക്കൽ എന്താണ് മെച്ചുറേഷൻ ഈസ് ഇൻ ലേണിംഗ്. ഓക്കെ, ടീച്ചിങ് മെത്തഡോളജിയിൽ നമ്മൾ കടന്നിട്ടുണ്ട്. ബയോളജിക്കൽ മെച്ചുറേഷൻ ഇൻ ലേണിംഗ് പ്രോസസ് നമുക്കറിയാം, സെൻസറി മോട്ടോർ അത് ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടത് പിയാഷെയുടെ ആണ് ആശയം, അല്ലെ, എംഫസൈസ്ഡ് ബൈ പിയാഷെ. വിച്ച് വൺ ഓഫ് ദി ഫോളോവിംഗ് ഈസ് ബെസ്റ്റ് മെത്തേഡ് ഓഫ് ടീച്ചിങ്? ഈ 4 ഓപ്ഷനിലെ ലെക്ചർ മെത്തേഡ്, ഡിസ്കഷൻ മെത്തേഡ്, ക്വസ്റ്റ്യൻ ആൻസർ മെത്തേഡ്, ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് ആണ് ഈ തന്നിട്ടുള്ളതിൽ ഏറ്റവും നല്ല ടീച്ചിങ് മെത്തേഡ്. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ത് അസസ് ചെയ്യാനാണ്? അസസ് വാട്ട് ദ സ്റ്റുഡന്റ് ഹാവ് നോട്ട് ലേൺഡ്, അല്ല വാട്ട് ദ സ്റ്റുഡൻസ് ഹാവ് ലേൺഡ്, അല്ല പ്രെഡിക്റ്റ് സ്റ്റുഡൻസ് ഫ്യൂച്ചർ പെർഫോമൻസ്, നോ റാങ്ക്. ഇതില് നമ്മളെ പഠിച്ചിട്ട് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അതിന് ശരിയാക്കുക. അപ്പോൾ അസസ് ദ സ്റ്റുഡന്റ് ഹാവ് നോട്ട് ലേൺഡ്, അല്ലെ, എന്താണോ അവൻ പഠിച്ചിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കി അവനെ പഠിപ്പിക്കുന്നതാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ്, a purposeful collection of students' work that exhibits students' efforts, progress and achievement in different curriculum area. ഓക്കെ, നമ്മൾ കുറച്ച് നമ്മുടെ പിന്നെ അവരുടെ വർക്കുകൾ, പ്രോജക്റ്റുകൾ, അസൈൻമെന്റ്സ് ഒക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ട് അവന്റെ പെർഫോമൻസിനെ വിലയിരുത്തുന്നതിനാണ് എന്തെന്ന് പറയുന്നത് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്, അല്ലെ. പർപ്പസ്ഫുൾ കളക്ഷൻ ഓഫ് സ്റ്റുഡൻസ് വർക്ക് എക്സിബിറ്റ്സ് ദ സ്റ്റുഡൻസ് എഫേർട്ട്, പ്രോഗ്രസ്, അച്ചീവ്മെന്റ് ഇൻ ഡിഫറെന്റ് കരിക്കുലം ഏരിയ, അതിനെയാണ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. The approach that emphasizes the role of language and interpersonal relationship in the ability of a learning process is, okay, അപ്പോൾ approach of the role of language in interpretation relationship. അപ്പോൾ റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഓക്കെ, ക്ലിയർ? ശരി, അപ്പൊ നമ്മൾ ഇന്ന് 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്തത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ രണ്ടും ഞാൻ ഉൾപ്പെടുത്താം, ലിറ്റററി നമ്മുടെ വർക്കിന്റെ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ നമ്മുടെ പാർട്ട് ബി ഇംഗ്ലീഷ് HSAയുടെ ക്വസ്റ്റ്യൻസും പ്ലസ് ജനറൽ പേപ്പറും കൂടെ. അപ്പൊ ജനറൽ പേപ്പർ മാത്രമായിരുന്നു ഇന്നുണ്ടായിരുന്നത്. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.